ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം നടക്കുന്നത്. വിവിധ വലിപ്പത്തിലുള്ള കെട്ടുകാഴ്ചകളാണ് ചെട്ടികുളങ്ങര അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്. അശ്വതി ഉത്സവകാലത്തെ അതുല്യമായ ആചാരങ്ങൾ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട ഭഗവതിക്കും ഇടയിലുള്ള വേർപിരിയൽ സമയത്ത് അവർ അനുഭവിക്കുന്ന ദൃഢമായ ബന്ധത്തെയും മനുഷ്യദയനീയതയും വ്യക്തമായി വെളിപ്പെടുത്തുന്നു. മീനമാസത്തിലെ അശ്വതി ദിനത്തിൽ നടക്കുന്ന ഈ ഉത്സവം ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. കൊടുങ്ങല്ലൂരിലെ അമ്മയെ സന്ദർശിക്കാനുള്ള ദേവിയുടെ യാത്രയയപ്പായിട്ടാണ് ഈ ഉത്സവം സങ്കല്പിക്കുന്നത്. വ്യത്യസ്തമായ രൂപങ്ങളും പ്രധാനമായും കുട്ടികൾ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന കെട്ടുകാഴ്ചകളാണ് ഈ അശ്വതി ദിനത്തിൻ്റെ പ്രത്യേകത. ഭരണി ഉത്സവത്തിനായി നിർമ്മിച്ചതിനേക്കാൾ താരതമ്യേന ചെറുതാണെങ്കിലും കെട്ടുകാഴ്ചകളുടെ എണ്ണം നിരവധിയാണ്. അതുമാത്രമല്ല, പല വലിപ്പത്തിലുള്ള കെട്ടുകാഴ്ചകളും കാണാൻ സാധിക്കും. ഈ കെട്ടുകാഴ്ചകളെല്ലാം ചെട്ടികുളങ്ങര അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് അശ്വതി ദിനത്തിൽ അമ്പല പരിസരത്തും കാഴ്ചക്കണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഈ അശ്വതി ദിവസം പുലർച്ചെയാകുന്ന സമയത്താണ് കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര പോകുന്നതിന് വേണ്ടി അമ്മ തൻ്റെ കരകളിലുള്ള ഭക്തരോട് വിടവാങ്ങൽ ഘോഷയാത്ര നടത്തുന്ന ആ പുണ്യമുഹൂർത്തം. പോളവിളക്കിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ദേവി യാത്ര ചോദിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചെട്ടികുളങ്ങര അമ്മ കൊടുങ്ങല്ലൂരമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഭക്തജനങ്ങളോടെല്ലാം പോകാൻ വേണ്ടിയുള്ള അനുവാദം ചോദിക്കുന്നു. അങ്ങനെ പുലർച്ചെ എത്തുമ്പോൾ ദേവി മിന്നൽ വേഗത്തിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. അതിനുശേഷം ഭരണി ദിവസം നട പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരിക്കും. പിറ്റേന്ന് ദേവി തിരികെ എത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ ദിവസമാണ് കാർത്തിക ദർശനം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത്.